കർത്താവിൽ സ്നേഹിക്കപ്പെട്ടവരെ, വയനാട് കുരിശിൻ്റെ വഴി 2ാം വർഷം അനുഗ്രഹീതമായി ഇവിടെ സമാപിക്കുകയാണ്. ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം പൂമല വിശുദ്ധ കുരിശിൻ്റെ ദേവാലയമാണ്. അത് കോഴിക്കോട് രൂപതയുടെ പുരാതനമായ ഒരു ദേവാലയമാണ്. ഈ ദേവാലയത്തിൽ നമ്മുടെ രക്ഷകനായ കർത്താവായ യേശുക്രിസ്തു മരിച്ച കുരിശിൻ്റെ ഭാഗം ഈ ദേവാലയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. മലങ്കര കത്തോലിക്ക സഭയുടെ കത്തീഡ്രൽ ദേവാലയമായ സെൻറ് തോമസ് ദേവാലയത്തിൽ നിന്നും, അതുപോലെ മാനന്തവാടി രൂപതയുടെ പ്രധാന ദേവാലയമായ അസംഷൻ ദേവാലയത്തിൽ നിന്നും ധാരാളം ആൾക്കാർ, 3 റീത്തിലുംപ്പെട്ട വൈദികരും സന്യസ്തരും വിശ്വാസികളും സെമിനാരിക്കാരുമെല്ലാം ഒന്നിച്ചുകൂടി ബത്തേരി പട്ടണത്തിലൂടെ 3 മണിക്കൂർ ഏതാണ്ട് 6 കിലോമീറ്റർ സഞ്ചരിച്ച് പൂമല ദേവാലയത്തിൽ വന്ന് വിശുദ്ധ കുരിശിൻ്റെ വണക്കം സ്വീകരിച്ച് അനുഗ്രഹം സ്വീകരിച്ച് പോകുമ്പോൾ അത് ഈ പ്രദേശത്തിൻ്റെ മുഴുവൻ വലിയ ഒരു ആത്മീക പ്രകാശമായിട്ട് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ആരംഭിച്ച ഈ കുരിശിൻ്റെ വഴിയിൽ ഈ പ്രദേശത്തുള്ള എല്ലാ ക്രൈസ്തവ വിശ്വാസികളും ഒന്നിച്ചു കൂടുകയും അവരെ പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ കുരിശിൻ്റെ 14 ദൃശ്യ ആവിഷ്കാരങ്ങൾ ഈ പട്ടണത്തിലൂടെ നടത്തി ഇവിടെ വന്ന് അനുഗ്രഹം പ്രാപിച്ച് നേർച്ച സ്വീകരിച്ച് പോകുന്നത് ഈ നോയമ്പിൻ്റെ അവസരത്തിൽ വലിയ ആത്മീയ അനുഭവമായിട്ട് മാറിയിട്ടുണ്ട്. അനേകം ആൾക്കാർക്ക് മനസ്സാന്തരം ഉണ്ടാകുവാൻ, പശ്ചാത്താപത്തിലൂടെ പുതുജീവൻ പ്രാപിക്കുവാൻ, തങ്ങളുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് മനസ്സിലാക്കുവാൻ ഈ കുരിശിൻ്റെ വഴി ധാരാളമായിട്ട് അനുഗ്രഹിക്കുന്നു. വയനാട് കുരിശിൻ്റെ വഴി വരും കാലങ്ങളിൽ ഈ പുണ്യ ദേവാലയത്തെയും ഈ ദേശത്തെയും മുഴുവൻ ഒരു വലിയ പുണ്യസങ്കേതമായിട്ട് മാറ്റുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ്. ശാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയംഗമായ ആശംസകളെ നേരുന്നു. മുൻകൂട്ടി ഈസ്റ്റർ മംഗളങ്ങൾ നേരുന്നു. ഈശ്വരൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.